Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 2 വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, അവളൊരു ആപ്പിൾ കഴിച്ചു. അപ്പം തന്നെ നമ്മൾ ഇങ്ങനെ പറയാ, she ate an apple. അപ്പം ഇവിടെ അവളൊരു ആപ്പിൾ കഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ക്ലിയർ ആണ്. ആ ഒരു പ്രവൃത്തി, ആ ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്. അപ്പം നമ്മൾ വേർബിന്റെ സെക്കൻഡ് ഫോം ആണ് എഴുതുക. അതായത് സബ്ജക്റ്റ് എഴുതണം, പിന്നെ വേർബിന്റെ സെക്കൻഡ് ഫോം എഴുതണം, പിന്നെ ഒബ്ജക്റ്റ് എഴുതാം. അപ്പോൾ ഒരു നോർമൽ സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേർബിന്റെ സെക്കൻഡ് ഫോം ആക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഈറ്റ് എന്നുള്ള വേർബിന്റെ സെക്കൻഡ് ഫോം ഏറ്റ് ആണ്. അപ്പോൾ ഷീ ഏറ്റ് എന്താണ് കഴിച്ചത്? ഒരു ആപ്പിൾ ആണ്. അപ്പോൾ ഷീ ഏറ്റ് ആൻ ആപ്പിൾ എന്ന് പറയും. Now, how will you convert this sentence into a negative sentence? All you have to do is, first you need to write the subject and then you need to add a word didn't, and after that you can write the verb in its first form. അപ്പോൾ എങ്ങനെയായിരിക്കും സെന്റൻസ്? You can say, she didn't eat an apple. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളത് നെഗറ്റീവ് ആക്കാൻ ഇവിടെ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണം. നമ്മളൊരു വേർഡ് ഡിഡ് നോട്ട് എന്ന് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഡിഡൻറ്റ് എന്നും പറയാൻ പറ്റും. ഡിഡ് നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് ഡിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീ ഡിഡൻറ്റ് ഈറ്റ് ആൻ ആപ്പിൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ വേർബ് ഫസ്റ്റ് ഫോമായി സെക്കൻഡ് ഫോമിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി അതൊരു ക്വസ്റ്റ്യൻ ആക്കണം. ഇതെങ്ങനെ നമ്മൾ പറയും? ഡിഡ് ഷീ ഈറ്റ് ആൻ ആപ്പിൾ എന്ന് നമുക്ക് ചോദിക്കാം. ഡിഡ് എഴുതി, സബ്ജക്റ്റ് എഴുതി, വേർബിന്റെ ഫസ്റ്റ് ഫോം എഴുതി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസുകൾ ഫോം ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ ഞാനിവിടെ ഒരു സെന്റൻസും കൂടി പറയാം. അപ്പം തന്നെ നിങ്ങളത് ഇംഗ്ലീഷിൽ പറയാൻ ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞ് അത് നെഗറ്റീവ് ആക്കാനും അതിനുശേഷം അതൊരു ക്വസ്റ്റ്യൻ ആക്കാനും ട്രൈ ചെയ്യുക. ഓക്കെ? അവർ പാരീസ് സന്ദർശിച്ചു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? They visited Paris. നെഗറ്റീവ് ആക്കാൻ they didn't visit Paris. Did they visit Paris എന്നാവും ക്വസ്റ്റ്യൻ ആകുമ്പോൾ. ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ പറയണം. They visited Paris, they didn't visit Paris, did they visit Paris എന്ന് നമുക്ക് പറയാൻ പറ്റണം. മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഒരുപാട് നമ്മുടെ ജനറൽ ആക്ഷൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പം ജനറൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എല്ലാ ദിവസവും സാധാരണയായി എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മാറ്റമില്ലാതെ മിക്ക ദിവസങ്ങളും നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളില്ലേ, അപ്പം അതൊക്കെ നമ്മൾ ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കും. അപ്പം ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈക്സും ഡിസ്ലൈക്സ് ഒക്കെ ഇല്ലേ, നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ നമ്മൾ എങ്ങനെ പറയും? നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ്, നമ്മുടെ ചില ശീലങ്ങളൊക്കെ നമ്മൾ എങ്ങനെ പറയും? അപ്പം അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ? അപ്പോൾ ഇതിന് ഇങ്ങനത്തെ സെന്റൻസുകൾ ഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണം, പിന്നെ നമ്മൾ വേർബ് എഴുതും, ചില സബ്ജക്ട്സിന് നമ്മൾ SRES ആഡ് ചെയ്യും. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് നമുക്കറിയാം. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സബ്ജക്ട്സിനാണ് വേർബിന്റെ കൂടെ SRES ആഡ് ചെയ്യുക, ഏത് സബ്ജക്ട്സിനാണ് SRES ആഡ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ വേർബിന് SRES ആഡ് ചെയ്യുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോഴാണ്. അതായത് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ പേര്, ഇപ്പം സ്നേഹ, രാജു, രാഹുൽ അങ്ങനെ നെയിംസ് വരുമ്പോൾ നമുക്ക് വേർബിന്റെ കൂടെ S ആഡ് ചെയ്യണം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വരുന്ന ഒരു സംശയമായിരിക്കും, സിംഗുലർ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഐ, യു ഇതിൽ ഇൻക്ലൂഡ് ആവില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ഐനെയും യുനെയും പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ വേറെ ഇതൊക്കെ ഉണ്ടാവുക, ഐ, യു, ദേ, വി ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേർബിന്റെ ഫസ്റ്റ് ഫോം എഴുതണം. അതായത് വേർബ് എങ്ങനെയാണോ അങ്ങനെ തന്നെ എഴുതണം. ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ? അപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇങ്ങനത്തെ സെന്റൻസുകളൊക്കെ നമ്മൾ പറയാം. പഠിക്കാറുണ്ട്, കളിക്കാറുണ്ട്, ഓടാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അല്ലെങ്കിൽ കളിക്കുന്നു, പഠിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ കറക്റ്റായിട്ട് പറയാം. അപ്പോൾ ഇപ്പം എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, അവൾ സംസാരിക്കാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഈ സംസാരിക്കാറുണ്ട്, ഞാൻ നെക്സ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പം നമുക്ക് ഈ കാര്യം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്ട്രക്ചർ അനുസരിച്ച് ഒന്ന് പറഞ്ഞു നോക്കാം.
അപ്പോൾ ഇവിടെ ഞാനൊരു ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് ഞാനിവിടെ വേർബായി സ്പീക്ക് ആണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതണം, ഷീ എന്ന് എഴുതും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹീ ഷീ വരുമ്പോൾ അപ്പം നമ്മൾ വേർബിന് എസ് ഓർ ഇസ് ആഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ സ്പീക്ക് എന്നുള്ള വേർബ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, സ്പീക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതേ സെന്റൻസ് നമുക്ക് കുറച്ചുകൂടെ വലുതാക്കണം. അവൾ സ്പാനിഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാറുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഇതൊരു ജനറൽ ആക്ഷൻ ആണ്. അതായത് നമ്മൾ അവളെ കുറിച്ചാണ് പറയുന്നത്. അവൾ സ്പാനിഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാറുണ്ട്, മുമ്പും സംസാരിക്കാറുണ്ട്, ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഉള്ള സെന്റൻസുകൾ നമ്മൾ എങ്ങനെ പറയും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അവൾ സംസാരിക്കാറുണ്ട് എന്ന് പറയാൻ ഷീ സ്പീക്സ് എന്ന് പറയും. ഇനി എന്താണ് സംസാരിക്കാറുള്ളത്, വാട്ട് എന്ന് ചോദിക്കാം, സ്പാനിഷ് ആണ്. ഇനി എങ്ങനെയാണ് സംസാരിക്കാറുള്ളത്, ഫ്ലുവൻ്റ് ആയി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഫ്ലുവൻ്റ്ലി എന്ന് പറയാം. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്, ഷീ സ്പീക്സ് സ്പാനിഷ് ഫ്ലുവൻ്റ്ലി എന്ന് പറയും. മനസ്സിലായോ? ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, അവൻ പൂളിൽ നീന്താറുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ഹി സ്വിംസ് ഇൻ ദ പൂൾ. അപ്പൊ ഇവിടെ ഹി സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തു. ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, സ്റ്റോർ രാവിലെ 10 മണിക്ക് തുറക്കാറുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ദ സ്റ്റോർ ഓപ്പൺസ് അറ്റ് 10 AM എന്ന് പറയാൻ പറ്റും. ഇനി അവർ അവരുടെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ദേ വിസിറ്റ് ദെയർ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ സെന്റൻസുകളൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതേ സെന്റൻസുകൾ നമ്മൾ എങ്ങനെ ഒരു നെഗറ്റീവ് സെന്റൻസ് ആക്കാമെന്നും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ് എന്തായിരുന്നു, ഷീ സ്പീക്സ് സ്പാനിഷ് ഫ്ലുവൻ്റ്ലി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതേ സെന്റൻസ് നമുക്ക് നെഗറ്റീവ് ആക്കണം. അപ്പൊ ഇവിടെ നമ്മൾ അർത്ഥം പറഞ്ഞത് എന്താണ്, അവൾ ഫ്ലുവൻ്റ് ആയി സ്പാനിഷ് സംസാരിക്കാറുണ്ട്. അപ്പൊ അത് നെഗറ്റീവ് ആക്കുമ്പോൾ അവൾ ഫ്ലുവൻ്റ് ആയിട്ട് സ്പാനിഷ് സംസാരിക്കാറില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെ പറയാ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണം, പിന്നെ നമുക്ക് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് യൂസ് ചെയ്യാം. മനസ്സിലായോ? പിന്നെ എങ്ങനെ നമ്മൾ എഴുതാം, വേർബിന്റെ ഫസ്റ്റ് ഫോമിലാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ ഡു നോട്ട് യൂസ് ചെയ്യുക, എപ്പോഴാണ് നമ്മൾ ഡസ് നോട്ട് യൂസ് ചെയ്യുക എന്നാണ്. അപ്പൊ ഡു നോട്ട് എന്നുള്ളതിനെ നമുക്ക് ഷോർട്ട് ആക്കി എങ്ങനെ പറയാം, ഡോണ്ട് എന്ന് പറയാം. ഡസ് നോട്ടിന് ഡസൻറ്റ് എന്നും പറയാം. മനസ്സിലായോ? അപ്പോൾ ഡസ് നോട്ട് നമ്മൾ ഇപ്പോഴാണ് യൂസ് ചെയ്യുക, സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഹീ ഷീ ഇറ്റ് അതുപോലെ നെയിം വരുമ്പോൾ നമ്മൾ ഡസ് നോട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഡു നോട്ട് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഐ, യു, ദേ, വി വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യും. ഓക്കെ, നിങ്ങളൊരു കാര്യം ഓർക്കണം, സബ്ജക്റ്റ് എഴുതി നമ്മൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്, പിന്നെ നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോമിലാണ് കേട്ടോ എഴുതേണ്ടത്. അത് ഓർത്ത് വെക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുക, ഷീ സ്പീക്സ് സ്പാനിഷ് ഫ്ലുവൻ്റ്ലി എന്നുള്ളൊരു സെന്റൻസിൽ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം, ഷീ ഡസൻറ്റ് സ്പീക്ക് സ്പാനിഷ് ഫ്ലുവൻ്റ്ലി. അപ്പൊ ഇവിടെ ഷീ ആയതുകൊണ്ട് നമ്മൾ ഡസൻറ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ എന്താ നമ്മൾ ചെയ്തത്, വേർബിന്റെ ഫസ്റ്റ് ഫോമിലാണ് എഴുതിയത്. അപ്പൊ ഷീ ഡസൻറ്റ് സ്പീക്ക് സ്പാനിഷ് ഫ്ലുവൻ്റ്ലി എന്ന് വരും. ഇനി നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക, ഇനി ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക ഡു അല്ലെങ്കിൽ ഡസ്. പിന്നെ എന്താ നമ്മൾ എഴുതുക, പിന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതണം, പിന്നെ നമ്മൾ വേർബ് എഴുതും. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിൽ ഷീ സ്പീക്സ് സ്പാനിഷ് ഫ്ലുവൻ്റ്ലി, ഷീ ഡസൻറ്റ് സ്പീക്ക് സ്പാനിഷ് ഫ്ലുവൻ്റ്ലി, ഡസ് ഷീ സ്പീക്ക് സ്പാനിഷ് ഫ്ലുവൻ്റ്ലി എന്ന് ചോദിക്കാം. അപ്പം നമ്മൾ ആദ്യം ഡസ് എഴുതി, പിന്നെ സബ്ജക്റ്റ് എഴുതി, പിന്നെ വേർബ് എഴുതി. മനസ്സിലായോ? നമ്മൾ ആകെ ഈ കാര്യമാണ് ആലോചിച്ച് വയ്ക്കാനുള്ളത്. അവൾ സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഓർ ഇഎസ് ആഡ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ എസ് ഓർ ഇഎസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ അവൾ സംസാരിക്കാറുണ്ട് എന്ന് പറയാൻ ഷീ സ്പീക്സ്, ദേ ആയിരുന്നെങ്കിൽ ദേ സ്പീക്ക് എന്നാവും. അപ്പോൾ ഇത് നെഗറ്റീവ് ആക്കാൻ നമ്മൾ ഡോണ്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, ഷീ ഡസൻറ്റ് സ്പീക്ക്, ദേ ആയിരുന്നെങ്കിൽ ദേ ഡു നോട്ട് സ്പീക്ക് എന്ന് വരും. മനസ്സിലായോ? ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആക്കാൻ ഡസ് ഷീ സ്പീക്ക് എന്ന് ചോദിക്കാം, ഡു ദേ സ്പീക്ക് എന്ന് നമുക്ക് ചോദിക്കാം. മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞൊരു സെന്റൻസ് ആണ് ഹി സ്വിംസ് ഇൻ ദ പൂൾ. ഇതെങ്ങനെ നെഗറ്റീവ് ആക്കും, ഹി ഡസൻറ്റ് സ്വിം ഇൻ ദ പൂൾ, ഡസ് ഹി സ്വിം ഇൻ ദ പൂൾ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസുകൾ ഫോം ചെയ്യേണ്ടത്. ഇനി ദ സ്റ്റോർ ഓപ്പൺസ് അറ്റ് 10 AM. ഇനി ഇതെങ്ങനെ നെഗറ്റീവ് ആക്കും, ദ സ്റ്റോർ ഡസൻറ്റ് ഓപ്പൺ അറ്റ് 10 AM. ഡസ് ദ സ്റ്റോർ ഓപ്പൺ അറ്റ് 10 AM എന്ന് നമുക്ക് ചോദിക്കാം.
മനസ്സിലായോ? വി ലിസൺ ടു മ്യൂസിക്, വി ഡോണ്ട് ലിസൺ ടു മ്യൂസിക്, ഡു വി ലിസൺ ടു മ്യൂസിക് എന്ന് നമുക്ക് ചോദിക്കാം. മനസ്സിലായോ? ദേ വിസിറ്റ് ദെയർ ഗ്രാൻഡ് പാരൻസ്, ദേ ഡോണ്ട് വിസിറ്റ് ദെയർ ഗ്രാൻഡ് പാരൻസ്, ഡു ദേ വിസിറ്റ് ദെയർ ഗ്രാൻഡ് പാരൻസ് എന്ന് നമുക്ക് ചോദിക്കാം. ഇനി നമ്മുടെ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ പറയാൻ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ തന്നെ ഇഷ്ടങ്ങളാവണമെന്നില്ല, മറ്റുള്ളവരുടെയും ആവാം. അപ്പം നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, അവൾക്ക് നോവൽസ് വായിക്കാൻ ഇഷ്ടമാണ് എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഷീ ലൈക്സ് ടു റീഡ് നോവൽസ് എന്ന് പറയും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് സംശയമില്ലല്ലോ, ഇവിടെ ഷീ വന്നതുകൊണ്ടാണ് നമ്മൾ ലൈക്ക് എന്നുള്ള വേർബിന് എസ് ആഡ് ചെയ്തത്. അപ്പൊ ഷീ ലൈക്സ് ടു റീഡ് നോവൽസ്. ഇത് നെഗറ്റീവ് സെന്റൻസ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒന്നില്ലെങ്കിൽ ഡു നോട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡസ് നോട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഷീ ഡസന്റ് ലൈക്ക് ടു റീഡ് നോവൽസ്. ക്വസ്റ്റ്യൻ ആക്കാൻ ഡസ് ഷീ ലൈക്ക് ടു റീഡ് നോവൽസ് എന്ന് നമുക്ക് ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആകെ ഒരു കാര്യം ആലോചിച്ച് വെക്കേണ്ട ആവശ്യമുള്ളൂ. സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? എസ് ഓർ ഇസ് വേർബിന് ആഡ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്ട്സ് ആകുമ്പോൾ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് നെഗറ്റീവ് സെന്റൻസിലേക്ക് ആക്കുമ്പോൾ നമ്മൾ എന്തിന് ആഡ് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് യൂസ് ചെയ്യണം. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആദ്യം നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്ത് പിന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതി പിന്നെ നമ്മൾ വേർബ് എഴുതണം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കുക, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് പറയണം. അപ്പോൾ ഇപ്പൊ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മൾ ചില സമയത്ത് പറയില്ലേ, ശരി ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവില്ലേ? അപ്പൊ ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞാൻ പോവാണ്, പോവുകയാണ് എന്നൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ആം ഗോയിങ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ ഈ സെന്റൻസ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഐയുടെ കൂടെ എപ്പോഴും ആം ഉണ്ടാവും. അതുപോലെ തന്നെ വേർബായ ഗോയുടെ കൂടെ നമ്മൾ ing ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹി, ഷീ, ഇറ്റ്. അതുപോലെ നെയിം വരുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഈസ് ആണ് യൂസ് ചെയ്യുക. ഐ വരുമ്പോൾ എപ്പോഴും ആം ആണ് യൂസ് ചെയ്യുക. എന്നാൽ വി, യു, ദേ സബ്ജക്ട്സ് ആയി വരുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ആറാണ് യൂസ് ചെയ്യുക. ഒപ്പം വേർബിന്റെ കൂടെ ing. അതായത് ഇപ്പൊ പ്രസന്റിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ പറയാനാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഐ എം ഗോയിങ് എന്ന് പറഞ്ഞു. ഇനി ഇത് നെഗറ്റീവ് ആക്കാൻ നമ്മൾ എങ്ങനെയാ പറയാ? ഐ എം ഗോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയാണ്. ഇതെങ്ങനെ നെഗറ്റീവ് ആക്കും? ഐ എം നോട്ട് ഗോയിങ്. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആക്കണം. ആം ഐ ഗോയിങ് എന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയല്ല, ഞാൻ പോവുകയാണോ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി പറഞ്ഞു നോക്കാം. ഐ എം റീഡിങ് എ ബുക്ക്. അപ്പൊ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? ഐ എം നോട്ട് റീഡിങ് എ ബുക്ക്. ആം ഐ റീഡിങ് എ ബുക്ക് എന്ന് ചോദിക്കാം. ഇനി ദേ ആർ കുക്കിംഗ് ഡിന്നർ. ദേ ആർ നോട്ട് കുക്കിംഗ് ഡിന്നർ. ആർ ദേ കുക്കിംഗ് ഡിന്നർ? ഇനി വേറൊരു എക്സാമ്പിൾ. ഷീ ഈസ് റൈറ്റിംഗ് ആൻ ഇമെയിൽ. ഷീ ഈസ് നോട്ട് റൈറ്റിംഗ് ആൻ ഇമെയിൽ. ഈസ് ഷീ റൈറ്റിംഗ് ആൻ ഇമെയിൽ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? അപ്പൊ ഷീ ഈസ് റൈറ്റിംഗ് ആൻ ഇമെയിൽ എന്നുള്ള സെന്റൻസ് നെഗറ്റീവ് ആക്കാൻ ഷീ ഈസ് നോട്ട് റൈറ്റിംഗ് ആൻ ഇമെയിൽ, നോട്ട് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. ഇവിടെ ഒരു ചോദ്യമാക്കാൻ നമ്മൾ എന്താ പറഞ്ഞത്? ഷീ ഈസ് റൈറ്റിംഗ് ആൻ ഇമെയിൽ എന്നുള്ളത് എങ്ങനെയാക്കി? ഈസ് ഷീ എന്നായി. ഷീ ഈസ് എന്നുള്ളത് മറിച്ചിട്ടു, ഈസ് ഷീ എന്നായി. ഈസ് ഷീ റൈറ്റിംഗ് ആൻ ഇമെയിൽ എന്ന ക്വസ്റ്റ്യൻ ഫോം ചെയ്യും. മനസ്സിലായോ? ഇനി നമുക്ക് പറയണം ഹി ഈസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ. അപ്പൊ അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. ഹിസ് നോട്ട് ടോക്കിംഗ് ഓൺ ദ ഫോൺ. അവൻ ഫോണിൽ സംസാരിക്കുകയല്ല. ഇസ് ഹി ടോക്കിംഗ് ഓൺ ദ ഫോൺ? അവൻ ഫോണിൽ സംസാരിക്കുകയാണോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ സെന്റൻസുകളൊക്കെ ഇപ്പോഴത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്കിത് പാസ്റ്റിലെ കാര്യമാണ് പറയണതെന്ന് വിചാരിക്കും. ഇപ്പോൾ അവൾ ഒരു ഇമെയിൽ എഴുതുകയായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ ഷീ ഈസ് റൈറ്റിംഗ് ആൻ ഇമെയിലിൽ എന്ത് വ്യത്യാസം വരാം? നമുക്ക് പറയാം ഷീ വാസ് റൈറ്റിംഗ് ആൻ ഇമെയിൽ എന്ന് പറയാം. ഇനി അതേ സെന്റൻസ് നെഗറ്റീവ് ആക്കാൻ ഷീ വാസ് നോട്ട് റൈറ്റിംഗ് ആൻ ഇമെയിൽ അല്ലെങ്കിൽ ഷീ വാസൻ റൈറ്റിംഗ് ആൻ ഇമെയിൽ. ഇനി അതൊരു ക്വസ്റ്റ്യൻ ആക്കാൻ വാസ് ഷീ റൈറ്റിംഗ് ആൻ ഇമെയിൽ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സബ്ജക്ട്സ് ആയി ഹി, ഷീ, അതുപോലെ ഇറ്റ്, നെയിം, അതുപോലെ തന്നെ ഐ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാസ് ആണ് എഴുതേണ്ടത്. ഇനി ബാക്കിയുള്ള സബ്ജക്ട്സ് ആയ യു, ദേ, വി വരുമ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യണം? വേർ യൂസ് ചെയ്യണം. അവർ വീഡിയോ ഗെയിംസ് കളിക്കുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? they were playing video games. അപ്പോൾ ഇവിടെ they വന്നതുകൊണ്ടാണ് നമ്മൾ were യൂസ് ചെയ്തത്. ഇനി ഇത് നെഗറ്റീവ് ആക്കാൻ they were not playing video games. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആക്കാൻ were they playing video games എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും.
മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് 4 തരത്തിലുള്ള സെൻറ്റൻസുകളാണ്. അതായത് 4 ടെൻസസ് ആണ് നമ്മൾ പറയുക. അപ്പോൾ അത് 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ഇംഗ്ലീഷിൽ 12 ടെൻസസ് ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച 4 ടെൻസസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഏതൊക്കെയാണ് 4 ടെൻസസ് എന്ന്? ആദ്യം നമ്മൾ പഠിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് അവൾ കളിച്ചു, പഠിച്ചു എന്നൊക്കെ പറയാൻ. അവൾ നൃത്തം ചെയ്തു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഈ പ്രവൃത്തി കഴിഞ്ഞതാണ്. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം വേർബിന്റെ സെക്കൻഡ് ഫോം ആണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഷീ ഡാൻസ്ഡ് എന്ന് പറയാം. നെഗറ്റീവ് ആക്കാൻ ഷീ ഡിഡ്ന്റ് ഡാൻസ്, ക്വസ്റ്റ്യൻ ആക്കാൻ ഡിഡ് ഷീ ഡാൻസ് എന്ന് ചോദിക്കാം. ഇനി പിന്നെ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അവൾ നൃത്തം ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറയാൻ പഠിച്ചു. ഷീ ഡാൻസസ്. ഷീ ഡസൻറ്റ് ഡാൻസ്, ഡസ് ഷീ ഡാൻസ് എന്ന് ചോദിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പറയാൻ. ഷീസ് ഡാൻസിങ്, ഷീസ് നോട്ട് ഡാൻസിങ്, ഈസ് ഷീ ഡാൻസിങ് എന്ന് ചോദിക്കാനും നമ്മൾ പഠിച്ചു. ഇനി അവൾ നൃത്തം ചെയ്യുകയായിരുന്നു എന്ന് പറയാൻ ഷി വാസ് ഡാൻസിങ്, ഷി വാസ് നോട്ട് ഡാൻസിങ്, വാസ് ഷീ ഡാൻസിങ് എന്ന് ചോദിക്കാനും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ 4 ടെൻസസ് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഡിഫറെൻറ്റ് വേർബ്സ് എടുത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹീ ഈസ് ഡ്രിങ്കിങ് കോഫി. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? കോമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.